ഡോക്ടർ കെ പി പ്രേംകുമാർ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഈ വാദങ്ങളൊക്കെ കേട്ടല്ലോ. ഇനിയിപ്പോൾ മണിക്കൂറുകൾ കഴിയുമ്പോൾ ആരാണ് വിജയി എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നു. നിലമ്പൂരിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് പതിവിന് വിപരീതമായി UDF പ്രതിരോധത്തിലാകുന്ന, മാധ്യമങ്ങൾ UDF ഒപ്പം നിൽക്കാൻ ഭയപ്പെട്ട് ആ വിവാദങ്ങളിൽ അവർ പക്ഷം ചേരാത്ത ഒരു ഘട്ടം കൂടി നമ്മൾ കണ്ടതാണ്. ഈ ക്ഷേമ പെൻഷൻ്റെ കൈക്കൂലി വിവാദം തൊട്ട് ഇങ്ങോട്ട് വഴിക്കടവിലെ കുട്ടി മരിച്ചപ്പോൾ അവിടെ ഉണ്ടായ പ്രതിഷേധത്തിൻ്റെ ജനവിരുദ്ധമായ നടപടികൾ തൊട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള കൂട്ടുകെട്ടിൻ്റെ കാര്യത്തിൽ ഒക്കെ നമ്മൾ കണ്ട കാഴ്ചകൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 12,000 വോട്ടിന് ഞങ്ങൾ മിനിമം അത്രയും വോട്ടിന് ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കാൻ പോകുന്നു എന്ന് UDF പറയുന്നു. ഞങ്ങൾ ജയിക്കും എന്ന് LDFും ഇപ്പോൾ പറയുന്നുണ്ട്. D. സുരേഷ് കുമാറും ആ അർത്ഥത്തിൽ ഇപ്പോൾ അവകാശപ്പെട്ടിട്ടുണ്ട്. താങ്കൾ എങ്ങനെ നിരീക്ഷിക്കുന്നു ഈ ഘട്ടത്തിൽ? ഡോക്ടർ ലാൽ, വോട്ടുകളെല്ലാം പെട്ടിയിലായി കഴിഞ്ഞതിന് ശേഷം ആര് ജയിക്കും ആര് ജയിക്കില്ല എന്ന് തർക്കിക്കുന്നതിന്റെ അർത്ഥശൂന്യത ഞാനത് ലാല് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. രണ്ടാമത്തത്, ഞാനൊരു സെഫോളജിസ്റ്റ് അല്ല. അതായത് പെർസെൻറ്റേജിലെ കുറവ്, ഇന്ന പഞ്ചായത്തിൽ അങ്ങനെയൊന്നും പറയാനോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അതിന്റെ മെറിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കപ്പാസിറ്റിയും നോളജും എനിക്കില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എല്ലാവർക്കും അറിയുന്ന പോലെ എനിക്കും അറിയുന്ന ഒരു കാര്യം, ഇലക്ഷനിയറിംഗ് എന്നുള്ളത്, തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക എന്നുള്ളത്, അത് കോൺഗ്രസിനെ സംബന്ധിച്ചിരുന്നാലും CPM-നെ സംബന്ധിച്ചെടുത്തായിരുന്നാലും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തന പദ്ധതിയുടെ ഒരു ഭാഗം മാത്രമാണ്. നിയമനിർമ്മാണം പോലെ എന്താ പറയാ, രാജ്യത്തുള്ള ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള സമരം പോലുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത് പ്രധാനമാണ്. പക്ഷെ അത് മാത്രമല്ല ആത്യന്തികമായ കാര്യം ഏത് പാർട്ടിക്കായിരുന്നാലും. പക്ഷെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് സെക്കൻഡ് ടേമിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ കാണുന്ന ഒരു കാര്യം, യാതൊരു മടിയില്ലാതെ UDF-ന്റെ നേതാക്കന്മാർ, അത് ലീഗിന്റെ ആളുകളായിരുന്നാലും കോൺഗ്രസിന്റെ ആളുകളായിരുന്നാലും അധികാരമില്ലാതെ നിൽക്കാൻ പറ്റില്ല എന്ന് വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പം സതീശനിസം ഉണ്ടോ എന്ന് ഉള്ള ഒരു ചോദ്യത്തിനോട് K. മുരളീധരന്റെ മറുപടി, ഞങ്ങൾ 9 കൊല്ലമല്ലോ അധികാരമില്ലാതെ, പിന്നെ എന്ത് ഇസം എന്നാണ്. ഇന്ത്യയിൽ ആദ്യം തന്നെ വന്നിട്ടുള്ള ഇസം എന്നുള്ളത് ഗാന്ധിസം എന്ന് പറഞ്ഞ സാധനമാണ്. അതിന് ആ അർത്ഥത്തിൽ അധികാരമായിട്ട് ഒരു ബന്ധമില്ല. അധികാരം ഉണ്ടോ അധികാരം ഇല്ല എന്നുള്ളതും ഇസവുമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. UDF-ന്റെ വളരെ ദയനീയമായ ഒരു അവസ്ഥയുണ്ട്. അതായത് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ജയിച്ചേ മതിയാവുള്ളൂ. PV അൻവർ തവനൂർ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പാണക്കാട് തങ്ങളുടെ വീട്ടിൽ പോയ സമയത്ത് ഇറങ്ങിയപ്പോൾ പത്രക്കാരോട് സംസാരിക്കുമ്പോൾ ആരാധ്യനായ പാണക്കാട് തങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ 2 ടേമായിട്ട് അധികാരത്തിന് പുറത്തു നിൽക്കുകയാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരാൻ പറ്റുന്ന ആരുമായിട്ട് നമ്മൾ കൂടും എന്ന്. ഇത് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യാറുണ്ടെങ്കിലും ഇത്ര ഓപ്പൺ ആയിട്ട് ഇത് പറയുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇനി ഈ ഇലക്ഷന്റെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 ടേം CPM-ന്റെ സഹയാത്രികനായിരുന്ന CPM LDF-ന്റെ MLA ആയിരുന്ന PV അൻവർ ഒരൊറ്റ ദിവസം ഒരു U-ടേൺ അടിച്ചിട്ട് കേരളത്തിലെ, ഇന്ത്യയിലെ തന്നെ CPM-ന്റെ ഏറ്റവും ഉന്നതനായ നേതാവായിട്ടുള്ള പിണറായി വിജയനെതിരെ, P. ശശിക്കെതിരെ, പോലീസിനെതിരെയൊക്കെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായ ഒരു ഇലക്ഷനാണ്. വേറെ അർത്ഥം പറഞ്ഞാൽ LDF-നെ വളരെ ഡിഫെൻസീവിലാക്കിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു നിലമ്പൂരിലേത്. ആ കോൺടെസ്റ്റിലാണ് PV അൻവർ അവിടെ വലിയൊരു പൊതുയോഗമൊക്കെ സംഘടിപ്പിക്കുന്നത്, ചാനലുകളെല്ലാം അത് ലൈവായി കവർ ചെയ്യുന്നതും. പക്ഷെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരൊറ്റ CPM-കാരൻ പോലും, ഒരൊറ്റ LDF-കാരൻ പോലും ആ പരിപാടിക്ക് പോലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിലമ്പൂർ ബൈ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ LDF-നെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യത്തെ പൊളിറ്റിക്കൽ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് PV അൻവർ എന്നുള്ള ഒരു ഫാക്ടർ അല്ലാതാവുക എന്നുള്ളതാണ്. ഈ ഇലക്ഷൻ തുടങ്ങുമ്പോഴേക്ക് തന്നെ അത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിണറായി വിജയനാണ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അദ്ദേഹത്തെ കറിവേപ്പില പോലെ ആക്കിയല്ലോ എന്ന്. അദ്ദേഹം തന്നെ, അൻവർ തന്നെ പറഞ്ഞു, CM എന്നെ പറ്റി പറഞ്ഞത് സത്യമാണ് എന്നുള്ളത്. അപ്പൊ PV അൻവർ എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ത്രെറ്റ് നിലമ്പൂരിൽ നിന്ന് ഇറാഡിക്കേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളിടത്ത് LDF ഈ ഇലക്ഷനിൽ വിജയിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്.